കോഴിക്കോട് പേരാമ്പ്രയിൽ ഇറങ്ങിയിട്ടുള്ള മോഴയാനയെ പറ്റിയുള്ള വാർത്തയിലേക്കാണ്. ആനയെ നിലവിൽ കാട് കയറ്റിയിട്ടുണ്ട് എന്ന വിവരമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. മുഹമ്മദ് ഷെയ്ദ് ഉണ്ട്. എപ്പോൾ ആനയെ കാട് കയറ്റി, എങ്ങോട്ടാണെന്നുള്ള വിവരങ്ങളൊക്കെ നൽകാനായിട്ട്. ഷെയ്ദ്, എപ്പോഴാണ് ആനയെ കാട് കയറ്റിയത്? പറഞ്ഞോളൂ. അക്ഷയ, ഏറെ ആശ്വാസകരമായ വാർത്തയാണ്. അല്പസമയം മുമ്പാണ് കൂവപ്പൊയിൽ ഭാഗത്തുകൂടി, അതായത് ചങ്ങരോത്ത് പഞ്ചായത്തിന്റെ അത് തിരുവണ്ണാമൊഴി ഫോറസ്റ്റുമായി അതിര് പങ്കിടുന്ന കൂവപ്പൊയിൽ ഭാഗത്തുകൂടി ആന ഇപ്പോൾ കാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. വനംവകുപ്പിന്റെ പ്രത്യേക സംഘമൊക്കെ സ്ഥലത്തെത്തിയിരുന്നു. ആനയെ സുരക്ഷിതമായി, അതായത് ആനയ്ക്കും നാട്ടുകാർക്കും ഒന്നും അപകടമില്ലാത്ത രീതിയിൽ സുരക്ഷിതമായി കാട്ടിലേക്ക് തിരിച്ചയക്കുക എന്നുള്ളതായിരുന്നു വലിയ വെല്ലുവിളിയായിരുന്നു. അതിനേറെ സഹായകരമായത് ആന തന്നെ സ്വയമേവ അത് വന്ന വഴി സ്വയം തിരിച്ചറിഞ്ഞതിലേക്ക് കാട്ടിലേക്ക് കയറിപ്പോകാനുള്ള ശ്രമം ആനയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമായി എന്ന് വേണം പറയാൻ. പേരാമ്പ്ര ടൗണിനോട് ചേർന്ന പരിസരത്തായിരുന്നു, ജനവാസ മേഖലയിലായിരുന്നു ആന. ഉച്ചയോടുകൂടി രാവിലെ പുലർച്ചെ തന്നെ ആന ഇറങ്ങി. പക്ഷേ ഉച്ചതിരിഞ്ഞൊരു 11 മണിയോടി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതായിരുന്നു. വലിയ ആശങ്കയുണ്ടാക്കിയത്, ആളുകൾ ഭയചകിതരായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പേരാമ്പ്രയിൽ നിന്നും ചക്കിട്ടപാറയിലേക്കും പിന്നീട് ഈ കൂത്താളി പഞ്ചായത്തിലേക്കുമൊക്കെ ആന പോയി. അങ്ങനെ അവിടെയൊക്കെ ജനവാസ മേഖലയാണ്. അത് കഴിഞ്ഞാണ് ചങ്ങരോത്ത് പഞ്ചായത്തിലെ ഭാഗത്തുകൂടി അത് വനത്തിലേക്ക് കയറിയിരിക്കുന്നത്. പോകുന്ന വഴിയൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒക്കെ ആ ജനങ്ങളെ അതിന്റെ സഞ്ചാര വഴിയിൽ, തിരിച്ചു പോകുന്ന വഴിയിൽ നിന്ന് ജനങ്ങളെ മാറ്റുക എന്നുള്ളതായിരുന്നു വലിയ വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നത്. പോലീസും സംവിധാനവും ഒക്കെ നേരത്തെ തന്നെ ആന വരുന്ന വഴിയും മുൻകൂട്ടി ആ ഭാഗത്തുള്ള ജനങ്ങളെ മുഴുവൻ അവിടുന്ന് മാറ്റി, റോഡരികിലൊക്കെ ആളുകളെ മാറ്റി അങ്ങനെ സുരക്ഷിതമായ വഴി ഒരുക്കി കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ആനയ്ക്ക് സുരക്ഷിതമായി കാട്ടിലേക്ക് കയറാൻ സാധിക്കാൻ കഴിഞ്ഞത്. വലിയ ആശ്വാസകരമായ ഒരു കാര്യം, വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്കോ മറ്റ് വീടുകൾക്കോ സ്ഥാപനങ്ങൾക്കോ ഒന്നും അങ്ങനെ നാശനഷ്ടം ഉണ്ടായില്ല. അക്രമ സ്വഭാവം ആന കാണിച്ചിരുന്നില്ല. അത് പോകുന്ന വഴിയിലുള്ള സ്വാഭാവികമായ കയറ്റിയിട്ടുണ്ട്. എന്തായാലും മണിക്കൂറുകളോളമാണ് പരിഭ്രാന്തി പരത്തിയത്. നാട്ടിൽ കൂടിയായിരുന്നു. അതിന്റെ വാർത്തയ്ക്കപ്പുറത്തേക്കുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പരിഭ്രാന്തി കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയിട്ടുണ്ട്. ആനയെ കാട് കയറ്റി എന്നുള്ള വിവരമാണ് ഷെയ്ദ് നൽകുന്നത്.